ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു വാട്സാപ്പിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. പുതിയതൊന്നുമല്ല, കുറച്ച് പഴയതാണ്, എന്നാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നിങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ കാണണ്ട, അറിയാത്തവർ കണ്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ പേര് FM വാട്സാപ്പ് എന്നാണ്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഒരു എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ടാൽ പിന്നെ നമുക്ക് മെസ്സേജ് ഒന്നും വരില്ല. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി കാണുന്ന പോലെ ഇതിൽ സ്റ്റോറി കാണാം. ഇനി ഡാർക്ക് തീമാക്കാം. തീമുകൾ ഒരുപാട് തീമുണ്ട് ഇൻ്റർനെറ്റിൽ. ഇനി വാട്സാപ്പിൻ്റെ നമ്മൾ ഫോൺ തുറന്നാൽ കാണുന്ന വാട്സാപ്പ് ലോഗോ നമുക്ക് പല രീതിയിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് വ്യത്യസ്തതകളുള്ള വാട്സാപ്പാണ് ഈ FM വാട്സാപ്പ്. നമുക്ക് ഈ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ആദ്യം. അപ്പോൾ വാട്സാപ്പ് തുറന്ന പാട് സാധാ വാട്സാപ്പിനെ പോലെ ഇങ്ങനെയാണ് കാണിക്കുക. സാധാ ചാറ്റും സ്റ്റാറ്റസും കോൾസും ഒക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ താഴെ കാണുന്ന വലതുഭാഗത്ത് പ്ലസ് ബട്ടൺ നിൽക്കുക. അതിൽ ആ ബ്രഷ് പോലുള്ള ചിത്രത്തിൽ നിൽക്കിയിട്ട് നമ്മൾ ഹോം സ്ക്രീൻ നിൽക്കി മുകളിൽ ഹൈഡർ നിൽക്കുക. എനേബിൾ ടു ഇൻസ്റ്റാഗ്രാം ലൈക്ക് സ്റ്റോറീസ് ഓക്കെ അടിക്കുക. അത് ഇങ്ങോട്ട് നീക്കി ഓൺ ആക്കുക. അത് കഴിഞ്ഞ് നമ്മളെ സെപ്പറേറ്റ് ചാറ്റിൻ്റെത് സെറ്റ് ബൈ നെയിം, അതുപോലെ ഷോ ലൈറ്റ് മോഡ്, ഷോ എയർപ്ലെയിൻ മോഡ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറി കണ്ടില്ലേ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന പോലെയായി നമ്മുടെ സ്റ്റോറിയൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഗ്രൂപ്പുകളൊക്കെ വേറെയായി. അതുപോലെ നമ്മൾ സാധാ ചാറ്റുകളൊക്കെ അത് വേറെയായി. പിന്നെ സ്റ്റാറ്റസ് ഇങ്ങനെയും കാണാം, സ്റ്റാറ്റസ് നോക്കിയിട്ട്. അതുപോലെ കോൾസ് പിന്നെ സാധാ രീതിയിലാണ് കേട്ടോ. ഇനി ഇതിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്റ്റാറ്റസ് കേട്ടോ, ഈ വലതുഭാഗത്ത് കാണുന്ന ആ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ സേവ് ടു ഗാലറി. ഇനി നമ്മൾ ഗാലറി തുറന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഗാലറിയിലെത്തും, കണ്ടില്ലേ. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വാട്സാപ്പിൽ തന്നെ പോവാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്യാൻ കഴിയും. അതായത് ഷംനു എടപ്പാൾ എന്നുള്ള ഞാൻ നിൽക്കി കഴിഞ്ഞ് ഹൈഡ് ചാറ്റ് നിൽക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ ഫിംഗർ ലോക്കോ പാറ്റേൺ ലോക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അടുത്തത് ഈ ബ്രഷ് ബട്ടൺ നിൽക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വാട്സാപ്പിനെ ലോക്ക് ചെയ്യാം. അതാ വാട്സാപ്പ് ലോക്ക് കണ്ടില്ലേ, അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ലോഗോ ചേഞ്ച് ചെയ്യുന്നതൊന്ന് നമുക്ക് നോക്കാം. ലോഗോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തീംസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ തീംസാണ് കേട്ടോ. ഈ തീമൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വാട്സാപ്പിൽ ഉപയോഗിക്കാൻ കഴിയും. അടിപൊളിയായിട്ടുള്ള ഒരുപാട് തീമുകളുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ എഴുതുന്ന ഫൗണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പല സ്റ്റൈലായിട്ടുള്ള ഫൗണ്ടുകൾ ഇതിലുണ്ട്, അതെല്ലാം ചേഞ്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലോഗോ ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ പല ലോഗോകളുണ്ട്, ഒരുപാട് ലോഗോകളുണ്ട്. ഞാനിതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടല്ലോ, അതിൽ നോക്കിയപ്പോൾ നമ്മളെ മെനുവിൽ കണ്ടോ FM വാട്സാപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അതിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് അതുപോലെ സാധാ പോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ട് പഴയ പോലെ ആക്കാനും പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും അതിൻ്റെ ലോഗോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സാധാ വാട്സാപ്പിൽ നോക്കി കഴിഞ്ഞാൽ നേരെ മാറി സാധാ വാട്സാപ്പിലോട്ട് മാറി. മുകളിൽ കാണുന്ന എയർപ്ലെയിൻ്റെ ടിക്ക് ഇട്ടതാണ്, അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ഒന്നും വരില്ല. ആ ചന്ദ്രക്കല കാണുന്നത് നോക്കി കഴിഞ്ഞാൽ
അതുപോലെ സ്ക്രീന് ബ്ലാക്ക് കളറായി മാറും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അതാ, ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ സാധാ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.